മുല്ലമൊട്ടുമാല, മാങ്ങാമാല, കാശിമാല. നടന്ന് അവരുടെ സ്റ്റോക്ക് റൂമിൽ വരെ കയറി. 20 പാക്കാണ്. 20 പാക്കിന് $24. ഞങ്ങളുടെ വീട്ടിലെ പുൽക്കൂട് ആദ്യമൊക്കെ ഒരു പഴയൊരു ജനലുണ്ടായിരുന്നു. ആ പാടത്തിന്റെ സൈഡ് മൊത്തം കാറ്റാടി മരം വെച്ച് പിടിച്ചു. എന്താ ഭംഗി. അത് എനിക്കിത് കാണുമ്പോൾ കുറച്ച് പ്രാപ്തമായിട്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. മറ്റേ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന DIY പുൽക്കൂടായിരുന്നു. അത് നല്ല രസമായിരുന്നു. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ 13th. ഇതിന് 3 വട്ടം ഞാനിപ്പോ എടുക്കുന്നത്. 13th. ഇന്ന് പ്രേതം വരുമോ നമുക്ക് നോക്കാം. എൻ്റെ ഇല്ല, ഓൾറെഡി ഉള്ളതുകൊണ്ട് എൻ്റെ ഇല്ല. നമ്മള് ഇപ്പൊ വൈകുന്നേരം സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കോസ്കോയിൽ പോവാം. അപ്പൊ കോസ്കോ എന്താണെന്ന് അറിയാത്തവർക്ക് അത് ഇവിടുത്തെ ഒരു വലിയൊരു റീറ്റെയിലറാണ്. പക്ഷെ സാധനങ്ങളെല്ലാം നമുക്ക് ബൾക്കിലാണ് കിട്ടുക. ഒരു സാധനമൊന്നും കിട്ടില്ല, കുറേ സാധനമേ കിട്ടത്തുള്ളൂ. മറ്റേ രജനീകാന്തിന്റെ കടയാണ്. ഒരു തടവ് സ്വർണ്ണ 100 തടവ് സ്വർണ്ണ മാതിരി എന്ന് പറയുന്ന പോലെ ഒരു സാധനമൊന്നും കിട്ടത്തില്ല. എല്ലാം ബൾക്കിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ അത് ഒരു ഫുൾ പാക്ക്, പക്ഷെ ലാഭമാണ്. അങ്ങനെ വലിയ ഫാമിലീസിനൊക്കെ അടിപൊളിയാണ്. ഞങ്ങളത് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മേടിക്കാറില്ല. നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കാറുള്ളൂ. കാരണം നമുക്ക് ഒത്തിരി ബൾക്കിൽ മേടിച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റണ്ടേ. അങ്ങനെ നമ്മൾ ഒത്തിരി വട്ടം പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എല്ലാ സാധനവും മേടിക്കുന്ന ഒരു കാര്യമില്ല എന്നുള്ളത്. എനിവേ, അപ്പോൾ കോസ്കോയിൽ പോകും. അപ്പോൾ ഞാൻ കോസ്കോയിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, എന്തൊക്കെയാണ് മേടിക്കുന്നത് കാണിച്ചു തരാം. ഇന്നിപ്പോൾ ആക്ച്വലി നമ്മൾ വേറെ അധികം സാധനം മേടിക്കുന്നില്ല. നമ്മൾ അവിടെ ഒരു സാധനം, ഒരു പെർട്ടിക്കുലർ സാധനം എടുക്കാൻ വേണ്ടി പോകുന്നത് തുണി വിരിച്ചിടുന്ന ഇതില്ലേ, സ്റ്റാൻഡില്ലേ, അത് ഞങ്ങളുടെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി. പിന്നെ ഞങ്ങൾ ഡ്രയറിൽ തന്നെയാണ് പൊട്ടിപ്പോയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായി. പക്ഷേ ഞങ്ങൾ ഡ്രയറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഡ്രയറിൽ തന്നെയായിരുന്നേ. മടി, വേറെ ഒന്നുമല്ല. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിയും കിട്ടുമല്ലോ. ഇവിടുത്തെ ഡ്രയർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല നമുക്ക് പിന്നെ മടക്കി വെക്കാൻ പാകത്തിന് ഉണങ്ങിയാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ സമ്മറാണ്. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് നല്ല അത്യാവശ്യത്തിന് നല്ല വെയിലുണ്ട്. രാത്രി 8 മണി വരെ അത്യാവശ്യം നല്ല ഡേ ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ സമയം 5:40. ഇപ്പോഴും നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് വെയിൽ കൊണ്ട് കുറച്ച് ചൂടുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു വെറുതെ ഡ്രയർ ഇട്ട് ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടുന്നതിന് പകരം നമുക്കൊരു ഈ സാധനം മേടിക്കാം. സ്റ്റാൻഡ് മേടിച്ച് നമുക്ക് ബാൽക്കണിയിൽ ഇട്ടാൽ മതിയല്ലോ തുണി ഉണങ്ങാനായിട്ട്. എത്രത്തോളം ഇടും എന്നൊന്നും അറിയത്തില്ല, മടിയുണ്ട്. ഇതാകുമ്പോൾ നേരെ താഴേന്ന് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്ത് നമ്മൾ മുകളിലോട്ട് ഡ്രയറിലിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. അവിടെ ഒരു നല്ല സ്റ്റാൻഡുണ്ട്. നമ്മൾ കഴിഞ്ഞ വട്ടം പോയപ്പോൾ കണ്ടായിരുന്നു, അന്ന് മേടിച്ചില്ല. ഇന്ന് മേടിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ സാധനം ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ കോസ്കോയിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കോസ്കോയുടെ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്രാവശ്യം നോക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ എന്താ നമ്മുടെ പ്ലാന്? കഴിക്കണം. പിന്നെ കോസ്കോയിൽ ഫുഡുണ്ട്, പക്ഷെ ഞങ്ങൾ ഇപ്പോഴേ ഇവിടുന്ന് പറഞ്ഞു നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കുന്നില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിസ്സ, പിന്നെ സോസേജസ്, ഭയങ്കര ഹെൽത്തി ഫുഡ്, ഹോട്ട് ഡോഗ്സ്. അതാണെങ്കിൽ അതും ഭയങ്കര കാശ് കുറവിനാണ് കിട്ടുന്നത്. എത്ര ഇതിനൊക്കെ ഒരു സ്ലൈസ് ഓഫ് പിzzയ്ക്കൊക്കെ $1.50 അങ്ങനെയൊക്കെ ഉള്ളൂ. ഇല്ല, 2 ഉള്ളൂ. ഞാൻ എത്ര ഉള്ളൂ? ഇല്ല. എന്തായാലും 5 താഴെ. 5 ഇനിയിപ്പോ നമ്മൾ തർക്കിക്കാൻ നിന്ന വീഡിയോ മൊത്തം പിന്നെ തർക്കമായി പോകും. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെയാണ്. വില കുറവാണ്, പക്ഷെ ഒട്ടും ഹെൽത്തി അല്ല. ഞങ്ങൾ എല്ലാ വട്ടം പോകുമ്പോഴും നമ്മൾ ചിലപ്പോൾ അവിടുന്ന് കഴിക്കാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കഴിക്കില്ല എന്ന് വിചാരിച്ചാ പോകുന്നത്. എന്നോടല്ലേ, ഞാൻ അശ്വിനോടാട്ടോ പറയുന്നത്. അപ്പൊ അശ്വിൻ പറഞ്ഞത് നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങൾ വേറെ മേടിക്കാറുണ്ട്. അപ്പൊ സ്റ്റേക്ക് മേടിക്കാണ്ട് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സ്റ്റേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സ്റ്റേക്ക് ഉണ്ടാക്കുന്നത് കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ബാ നമുക്കിപ്പോ കോസ്കോയ്ക്ക് പോകാം. പോകുന്ന വഴിക്ക് കുറച്ച് വീടുകൾ കാണിച്ചു തന്നേക്കാം. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള വീടുകളാണ്. ഇവിടെയൊക്കെ കുറച്ച് പുതിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ പുതിയ വീടുകളാണ്. അതാണ് എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്. ഇവിടുത്തെ പുതിയ വീടുകളെല്ലാം ഒരേപോലെ ഇരിക്കും. കുറച്ച് പഴയ വീടുകളാണെങ്കിൽ ഇച്ചിരിയും കൂടെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും.
ഇതിപ്പോൾ നോക്കിക്കേ, എല്ലാ വീടും ഏകദേശം ഒരുപോലെ ഇരിക്കും. രാത്രി വെള്ളം അടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏതാ സ്വന്തം വീടിന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. ഇതെല്ലാം പുതിയ ടൈപ്പ് വീടുകളാണ്. ഡബിൾ സ്റ്റോറിയിടും പിന്നെ സിംഗിൾ സ്റ്റോറിയിടും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ചില വീടുകളുണ്ട് എൻ്റെ പൊന്നെ, നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ എന്ത് ഭംഗിയാന്ന് വിചാരിക്കും. ഇതൊക്കെ മിക്കവാറും ഒരൊറ്റ ബിൽഡർ തന്നെ പണിയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ കോസ്കോയിലെത്തി. കോസ്കോ ഹോൾസെയിൽ. കോസ്കോ ആക്ച്വലി ഒരു അമേരിക്കൻ റീറ്റെയിലറാണ്. പല പല കൺട്രീസിലുണ്ട്. എന്നാലും കോസ്കോ ഹോൾസെയിലിന് എഴുതുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇൻ എ ചീപ്പർ റേറ്റ്. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ കോസ്കോയുടെ അങ്ങോട്ട് പോവുക. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ചെറിയ പട്ടി ഷോ. പിന്നെ ഇവിടെ നമ്മൾ മെമ്പർഷിപ്പ് കാർഡ് കാണിച്ചിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ട് ഇതാ നോക്കിക്ക്, ആദ്യം തന്നെ ഫോൺസും ഗാഡ്ജറ്റ്സും ലാപ്ടോപ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ ഓർണമെൻറ്റ്സ്, ലാപ്ടോപ്സ്, പിന്നെ ഇതാ വാഷിംഗ് മെഷീൻ, പിന്നെ ചോക്ലേറ്റ്സ്, ഡ്രസ്സസ്, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇപ്പോൾ ഡ്രസ്സസൊക്കെ ആണെങ്കിൽ ബ്രാൻഡഡ് ഒക്കെ ആയിരിക്കും, പ്യൂമ അതിൻ്റെയൊക്കെ ഉണ്ട്. പക്ഷേ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ചീപ്പറായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമുക്കിപ്പോൾ സോക്സ് എടുക്കുകയാണെങ്കിൽ ഇത്രയും കിട്ടും. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും ചീപ്പറാണ്. അശ്വിൻ ഈ തൊപ്പി എടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിക്കും. ഇപ്പോൾ സമ്മറാണല്ലോ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ബക്കറ്റ് ഹാറ്റ് എടുത്താലോ എന്ന് ആലോചിക്കുക. പക്ഷേ എടുത്തില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് ഫിഷാണ്. ഇത് ഫ്രോസൺ ഫിഷാണ്. അപ്പുറത്ത് ഫ്രഷ് ഫിഷും ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ ഡ്രിങ്ക്സൊക്കെ നമ്മളൊരു പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിൽ ഇങ്ങനെ ഡ്രിങ്ക്സൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ബൾക്കായിട്ടാണ് കിട്ടുക. ഇങ്ങനെ ലൂസ് പീസല്ല കിട്ടുക, ഇങ്ങനെ കണ്ടോ ഓരോരോ ബോക്സായിട്ട് കിട്ടുക. പക്ഷെ അത് നല്ല ലാഭമാണ്. ഇപ്പോൾ പാർട്ടി നടത്താൻ ബെസ്റ്റാണ്. കണ്ടോ ടിറാമിസുവിൻ്റെയൊക്കെ ഒരു ഫുൾ ബോക്സ്. പിന്നെ ഇങ്ങനത്തെ പ്രിപ്പയർഡ് ഫുഡുണ്ട്, ഫിഷ്, മീറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ പാർട്ടിക്കോ അല്ലെങ്കിൽ വലിയ ഫാമിലിക്കോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് നമുക്ക് മേടിക്കുകയാണെങ്കിലും നല്ലതാണ് അതൊക്കെ. പിന്നെ ഞങ്ങൾക്ക് മേടിക്കാനുള്ള സാധനം ഞങ്ങൾ തപ്പി നോക്കി നടക്കുന്ന ഒരു സീനാണത്. പിന്നെ മുട്ട ഞങ്ങൾ ഇവിടെ നിന്നാണ് എപ്പോഴും മേടിക്കാറ്. ഭയങ്കര ലാഭമാണ്. 24 പീസസിൻ്റെ മുട്ടയുണ്ട്, അല്ലെങ്കിൽ 30 പീസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ 24 എടുത്ത്. അതെന്തോ എത്ര 17 16 അങ്ങനെ എന്തോ ഉള്ളൂ. നല്ലൊരു ഇതാണ്. ഇത് ഡോഗ് ഫുഡ്, അതുമെല്ലാം ബൾക്കായിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടിഷ്യൂ പേപ്പറും ഇവിടുന്ന് ഞങ്ങൾ മേടിക്കാറുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ബൾക്കാണ് മേടിക്കുന്നത്. കിച്ചൺ റോളാണെങ്കിലും എല്ലാം. ഒരാള് നടന്ന് അവരുടെ സ്റ്റോക്ക് റൂമിൽ വരെ കയറി. ആവശ്യം നടന്ന് സ്റ്റോക്ക് റൂമിൽ കയറി കഥയാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ അതാ ഇങ്ങനെ വർക്കൗട്ട് എക്യുപ്മെൻറ്റ്സും എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ക്യാമ്പിങ് എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനത്തെ സ്കീ കൂളേഴ്സ് എല്ലാം ഉണ്ട്. ബാർബക്യൂവിൻ്റെ സാധനങ്ങൾ. പിന്നെ ഈ കിവി നല്ലതാണ്. ഇതിന് $14. പിന്നെ അതാ അശ്വിൻ്റെ കയ്യിലിരിക്കുന്നത് $9 $10. ഞങ്ങളതൊരെണ്ണം എടുത്തു. പിന്നെന്താ ഞങ്ങളൊരു ചിക്കൻ്റെ ബോക്സ് എടുത്തായിരുന്നു. പിന്നെ ഇങ്ങനെ ക്രോസാൻസ്, പിന്നെ ഇതാ ഇങ്ങനത്തെ സാധനങ്ങൾ, കുക്കി, ബ്രൗണി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്കിത് ബ്രൗണി മേടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അത്രയും ബ്രൗണി കിട്ടിയിട്ട് അത്രയും നമ്മൾ കഴിച്ച് ഷുഗർ കയറ്റണമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചില്ല. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ടോ, ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡബിൾ എ ബാറ്ററി മേടിക്കണമെങ്കിൽ കണ്ടോ 48 എണ്ണത്തിൻ്റെ ഒരു ഫുൾ പാക്കാണ് നമുക്ക് കിട്ടുക. അതൊരെണ്ണം മേടിച്ചാൽ പിന്നെ ഒരു വർഷത്തേക്ക് മേടിക്കണ്ട. പിന്നെ അതാ ഇങ്ങനത്തെ കുക്ക് വെയറും എല്ലാം ഉണ്ട്, ക്രോക്കറിയും എല്ലാം ഉണ്ട്. കിട്ടിപ്പോയി സാധനം കിട്ടിപ്പോയി. നമ്മൾ നോക്കി വന്ന സാധനം കിട്ടി. ഇതാണ് സാധനം. ഇവിടെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ട് എന്നാണ് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. കണ്ടോ ഈ സാധനം. ഗുൽവിംഗ് ഓർ ഗുൽവിംഗ് ഡീലക്സ് സെയിം അല്ലേ? അതല്ലേ വേണ്ടേ? ഇതെല്ലാം സെയിം അല്ലേ മോഡൽ? ഇതാന്ന് തോന്നുന്നു അതിന്റെ ഡിസ്പ്ലേ. ഇതിനകത്ത് അല്ല ഈ സാധനം ഇല്ലല്ലോ. അപ്പോൾ ഐഫോൺ തൊട്ട് ഡയമണ്ട് ജ്വല്ലറി തൊട്ട് മീൻ വരെ ഉണ്ട് ഇവിടെ. ശവപ്പെട്ടി വരെ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. മീൻ തൊട്ട് പിന്നെ ശവപ്പെട്ടി വരെ ഉണ്ട്. ശവപ്പെട്ടി കാണിച്ചു തരാം. എല്ലാം ഇങ്ങനെ ബൾക്കിലേ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇത് 2 എണ്ണം കൂടിയത്. അപ്പോൾ പക്ഷെ വാല്യൂ ആയിരിക്കും, ആ ഒരു മണിക്ക് അത് വേർത്താണ്. പക്ഷെ എല്ലാം ഒരു വലിയ ക്വാണ്ടിറ്റിയിലേ കിട്ടുള്ളൂ. ഇത് ഡൈസന്റെ. പിന്നെ ഇങ്ങനത്തെ ബാത്ത് മാറ്റ്സ്, കാർപ്പറ്റ്സ്, ഫ്ലോർ കാർപ്പറ്റ്സും ഫ്ലവേഴ്സും വൈറ്റമിൻസ്, പിന്നെ വേ പ്രോട്ടീൻസ് ഒക്കെ കിട്ടും ഇവിടെ. ഇത് കേട്ടോ സോപ്പ് 20ന്റെ പാക്കാണ്. 20ന്റെ പാക്കിന് $24. ലാഭമാണത്. പിന്നെ ഡവിൻ്റെ ബോഡി വാഷ് 2 എണ്ണത്തിൻ്റെ പാക്ക് വെച്ചിട്ടാണ്.
അത് $16. ഇങ്ങനെ എല്ലാം ഇങ്ങനത്തെ ബൾക്കായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ സ്റ്റോക്ക് ചെയ്യാൻ നല്ലതാണ്, വലിയൊരു ഫാമിലിക്കൊക്കെ അടിപൊളിയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ പിന്നെ മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു വർഷത്തേക്ക് വേറെ ഒന്നും മേടിക്കേണ്ട വരില്ല. വാസ്ലിൻ്റെ ഡീപ്പ് റിസ്റ്റോറിൻ്റെ ലോഷൻ, അപ്പോൾ ഇതിന് $21 3 പാക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ ലാഭമാണ്. പിന്നെ ഇവിടെ വൈനും ലിക്കറും എല്ലാം കിട്ടുന്നുണ്ട്. ഒരു സെക്ഷൻ ഫുള്ള് വൈനിൻ്റെയും ലിക്കറിൻ്റെയും സെക്ഷൻ തന്നെയാണ്. മേടിച്ച സാധനങ്ങളെല്ലാം നമ്മൾ ബില്ല് ചെയ്തു. പിന്നെ ഇതാട്ടോ ഈട്രി, കോസ്കോയിലുള്ള ഈട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തവണ അവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ, രക്ഷപ്പെട്ടു നമ്മൾ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനത്തെ ടയേഴ്സൊക്കെ വിൽക്കുന്നുണ്ടോ, അത് നല്ല ലാഭമാണ് ഇവിടെ നിന്ന് ടയേഴ്സ് മേടിക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ നേരെ പാർക്കിങ്ങിൽ പോയി വളരെ കൺട്രോൾ ചെയ്താൽ ഇപ്രാവശ്യം ഷോപ്പ് ചെയ്ത്. പിന്നെ കോസ്കോയിൽ വന്നാൽ ഇവിടുത്തെ ഫ്യൂല് നല്ല ചീപ്പാണ്, പുറത്തേക്കാളും കുറച്ച് ചീപ്പാണ്. അപ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്യൂലും അടിച്ചിട്ടാണ് പോകാറ്. കണ്ടോ, അശ്വിനിപ്പോൾ ഫ്യൂൽ അടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയേക്കുക. നമ്മൾ തന്നെ ഇതേപോലെ നമ്മുടെ കോസ്കോയുടെ മെമ്പർഷിപ്പ് കാർഡ് ഇട്ടിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇത് വേറൊരു അങ്കിളാണ്, എത്ര വേണ്ടതെന്ന് വെച്ചാൽ എത്ര രൂപയ്ക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അടിച്ചു കൊടുത്ത് നമ്മൾ തന്നെ അടിച്ചു കൊടുക്കും. അതിപ്പോൾ നമ്മുടെ പുറത്തെ സെർവേഴ്സിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അശ്വിൻ ഡീസൽ അടിക്കുന്നുണ്ട്, കാണാൻ പറ്റുമോ? ദേ. അപ്പോൾ പിന്നെ കോസ്കോയിൽ കയറണമെങ്കിൽ നമുക്ക് മെമ്പർഷിപ്പ് കാർഡ് വേണം. അപ്പോൾ ഇവിടുത്തെ ഒരു മെമ്പർഷിപ്പ് എടുത്താലേ ഉള്ളൂ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. യൂഷ്വലി എത്ര $60 എങ്ങാണ്ടോ പെർ ഇയർ. അത് കുഴപ്പമില്ല, അത്രയും അതെടുത്താലും നമുക്ക് ലാഭമാണ് നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴേ, റെഗുലറായിട്ട് മേടിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ കോസ്കോയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു. അതെ സ്റ്റാൻഡ്, ഞാൻ കുറച്ച് സാധനം മേടിച്ചുള്ളൂ. അങ്ങനെ നമ്മൾ കോസ്കോയിൽ നിന്ന് തിരിച്ചെത്തി. അധികം സാധനമൊന്നും മേടിച്ചില്ല, സ്റ്റാൻഡ് മേടിച്ചു, പിന്നെ ഒരു ചിക്കൻ മേടിച്ചു. സാധാരണ നമ്മളെപ്പോഴും റോ ചിക്കനാണ് മേടിക്കാറ്, റോ ചിക്കനോ അല്ലെങ്കിൽ ബീഫ് അങ്ങനെയൊക്കെയാണ് മേടിക്കാറ്. ഇത് നല്ല വിശപ്പായിരുന്നു, അതുകൊണ്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്തിരിക്കും, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പോർച്ചുഗീസ് ചിക്കൻ മേരിലാൻഡ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദേ അപ്പം അതുകൊണ്ട് നമ്മൾ അത് മേടിച്ചു, ആണെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാമല്ലോ. പിന്നെന്താ നമ്മൾ മേടിച്ചേ, കിവി മേടിച്ചേ, 1.5 kg കിവി. ഇതിനെന്തോ $9, 9.9, $10 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മേടിച്ചത് മുട്ട. ഈ സാധനം മേടിക്കാനാണ് നമ്മൾ മെയിനായിട്ട് പോകാറ്. മുട്ട അവിടെ നല്ല ലാഭം, 24 മുട്ടയ്ക്ക് $16-17 എങ്ങാണ്ട് ഉള്ളൂ. അപ്പോൾ ഇത്രയും സാധനം മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ ആക്കാൻ വേണ്ടി അവൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇനിയൊരു 5 മിനിറ്റിൽ പ്രീ ഹീറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് വെക്കാം. വിശക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, ഇനി കഴിക്കാം. നമ്മളിപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന തുണി തൂക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, തുണി ഉണക്കുന്ന സ്റ്റാൻഡ്, അത് നമ്മൾ പൊട്ടിച്ച് ഒന്ന് അസംബിൾ ചെയ്യാണ്. സ്റ്റഡി അല്ലേ? പക്ഷെ നമ്മൾ അന്ന് കണ്ട അതേ സാധനം അല്ലെന്ന് തോന്നുന്നു. അന്ന് കുറച്ചും കൂടെ ഒരു മെറ്റൽ പോലത്തെ ആയിരുന്നു. പക്ഷെ ഈ സാധനം, ഈ സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, 8:10, വൈകുന്നേരം 8:10 രാത്രി 8:10. അപ്പോൾ കണ്ടോ, പുറത്ത് കണ്ടോ, വെളിച്ചം കണ്ടോ? ക്രിസ്മസ് എടുക്കാറായില്ലേ? യൂഷ്വലി നമ്മൾ ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന് മുന്നത്തെ വർഷമൊക്കെ November 1 തൊട്ട് നമ്മൾ ഇത് വെച്ചായിരുന്നു, ക്രിസ്മസ് ട്രീ വെച്ചായിരുന്നു. ഇപ്പോൾ പിന്നെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്കത് പറ്റിയില്ല. ഇന്നിപ്പോൾ December 13 ഇന്നെങ്കിലും വെക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിതാ ക്രിസ്മസ് ട്രീ വെക്കാം. വാ. അത് ക്രിസ്മസ് ട്രീ ഇപ്പോൾ ഒരു ബോക്സിനകത്താണ് വെച്ചേക്കുന്നത്. കണ്ടോ, ആ പുറത്തിരിക്കുന്ന ആ ഒരു സീറ്റിംഗ് കണ്ടോ, അതിൻ്റെ അകത്താണ് ക്രിസ്മസ് ട്രീ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അതെടുത്തിട്ട് എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതുണ്ട്, ഇത് കണ്ടോ, ഈ ഒരു പ്ലാൻ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് ഇപ്പോൾ തൽക്കാലം പുറത്ത് വെക്കാം. എന്നിട്ട് ക്രിസ്മസ് ട്രീ നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഈ കോർണറിൽ, ഈ ടി വിയുടെ ഈ സൈഡിൽ ഈ കോർണറിൽ ക്രിസ്മസ് ട്രീ വരുമ്പോൾ ഭംഗിയായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ വെക്കാം. വാ. ഇത് നമ്മൾ 2 വർഷം മുന്നേ മേടിച്ച ക്രിസ്മസ് ട്രീ ആണേ.
ലാസ്റ്റ് ടൈം നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് പിന്നെ തിരിച്ചു വെച്ചപ്പോൾ എല്ലാം ഇതേപോലെ ടേപ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി അതെല്ലാം ഊരി വലിച്ചു പറിക്കണം. ഒരു കത്രി എടുത്തുകൊണ്ട് വരാം. ഇവിടെ ഓസ്ട്രേലിയയില് ക്രിസ്മസ് സമയത്ത് നല്ല ചൂടുള്ള സമയം. ഒരു ഉച്ചക്ക അല്ലെങ്കിൽ പകുതി കേൾക്കത്തില്ല ഞാൻ പറയുന്നത്. അപ്പൊ സമ്മറാണ്. ബാക്കി എല്ലാ കൺട്രിയിലും നമ്മുടെ നാട്ടിൽ പോലും ഒരു ക്രിസ്മസിന്റെ സമയത്ത് ഇച്ചിരി ഒരു ഇതുണ്ടാവുമല്ലോ, തണുപ്പ്. ഇപ്പൊ അത്ര തണുപ്പില്ല നമ്മുടെ നാട്ടില്. എന്നാലും ഒരു കുറച്ചും കൂടെ ഒരു കൂളർ മന്ത് ആണല്ലോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ. പക്ഷെ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് സമ്മറാണ്. ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പീക്ക് സമ്മറാണ്. ഇപ്പൊ ഇവിടെ ഇന്നിപ്പോ 31, 32 ഒക്കെ ആയിട്ടുണ്ട്. നല്ല ചൂട് ഉള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് ട്രീ മേടിച്ചപ്പോ അതുകൊണ്ട് സമ്മറിലുള്ള ക്രിസ്മസ് ആണ് ഇവിടെ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് അത് സാധാരണ എല്ലാ നാട്ടിലും ഭയങ്കരമായിട്ട് ഈ സ്വെറ്ററൊക്കെ ഇട്ട് സ്നോ ഒക്കെ പെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സമ്മറാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു കോൺട്രഡിക്ടറി ആയിട്ട് ക്രിസ്മസ് ട്രീ മേടിച്ചപ്പോ ഞങ്ങള് ഇതുണ്ട് സ്നോ ഉള്ള ക്രിസ്മസ് ട്രീ ആണ് മേടിച്ചത്. എന്തായാലും പുറത്ത് സമ്മർ ട്രീയെങ്കിലും കുറച്ച് ഇതായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാന് മാസ്ക് ഇട്ടിട്ട് ഇതൊക്കെ എടുക്കാം. നല്ല പൊടിയുണ്ട്. കാരണം 2 വർഷം മുന്നേ ഇതാക്കി വെച്ചതല്ലേ. പൊടിയല്ല, പക്ഷെ ഈ സ്നോയിന്റെ ഈ സാധനമുണ്ടല്ലോ അത് ഇച്ചിരി പൊടി പോലെ തോന്നും. ഞാനാണെങ്കിൽ ഈ ഡസ്റ്റ് ഭയങ്കര അലർജിക്ക് ആയിരിക്കും. അങ്ങനെ മാസ്ക് ഒക്കെ ഇട്ടും കേൾക്കുന്നുണ്ടാകുമായിരിക്കും അല്ലേ. അപ്പോൾ ഇതിന്റെ ടോപ്പ് ആണ്. ഇത് ഇനി പൊറോട്ട എടുത്ത് വെക്കണം. ഞാൻ ഇപ്പൊ ഒന്ന് വെച്ചില്ലേ, കണ്ടില്ലേ? പക്ഷെ വെച്ചപ്പോണ്ടല്ലോ നമ്മുടെ ഒരു പുറയിൽ ലൈറ്റ് ഉണ്ട്, കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ആ ലൈറ്റ് കണ്ടോ? അത് ഐക്കിയെന്ന് മേടിച്ച ലൈറ്റാ. അത് നമ്മള് വോം ലൈറ്റിന് വേണ്ടി യൂസ് ചെയ്ത്. അപ്പൊ ആ ലൈറ്റ് ഇവിടുന്ന് മാറ്റണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിൽ ലൈറ്റ് ഇടുമ്പോൾ ഈ ലൈറ്റും ആ ലൈറ്റും കൂടെ ഭയങ്കര ഡിസ്ട്രാക്റ്റിങ് ആയിരിക്കും. അപ്പൊ ആ ലൈറ്റ് മാറ്റണം. അതിന് വേണ്ടിയിട്ട് അശ്വിനെ വിളിച്ചിട്ടുണ്ട്. അശ്വിനൊന്ന് വാഷ്റൂമിൽ പോയിരിക്കുക. കാരണം അതിന്റെ കണക്ഷനൊക്കെ കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതായത് ഞാൻ വലിച്ചിറക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുന്ന പോലത്തെ കണക്ഷനാണ്. അപ്പോൾ അത് രണ്ടുപേരുടെ ഹെൽപ്പ് വേണം. ഇപ്പോൾ അശ്വിനും കൂടെ വരട്ടെ. അപ്പം ഞാൻ ഡെക്കറേഷൻസ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. അവൾ പെട്ടിക്കകത്തായിരുന്നേ. അപ്പോൾ അത് എടുത്ത് നോക്കുമായിരുന്നു. ഇത് പഴയതാണ്, രണ്ട് വർഷം മുന്നേ മേടിച്ചതാ. ഇത് കണ്ടോ, വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടപ്പോൾ ഇരിക്കേണ്ട ഒരു കുഞ്ഞ് ട്രീയെ അങ്ങനത്തെ 3 അതിന്റെ ചെറിയ സൈസിലുള്ളതുണ്ട്. അപ്പൊ ഇത് വലുത്, ഇത് ചെറുത്, ഇത് അതിന്റെയും ചെറുത്. ഇതെല്ലാം കൂടെ കാണുമ്പോ എനിക്ക് ഇങ്ങനെ ഹായ് 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 ഇതാവും നല്ല ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. കണ്ടിട്ട് തന്നെ എനിക്ക് കണ്ട് ആക്രാന്തം മൂക്കെന്ന് അറിയില്ലേ. പിന്നെ മാന് ഇത് വന്ന് മേടിച്ച 2 വർഷം മുന്നേ മേടിച്ച ഒരു മാനപ്പൊടി ഉണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം വേറെ ഡെക്കറേഷൻസ് ഒന്നും മേടിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ ഉള്ളത് തന്നെ ഒത്തിരി ഉണ്ട് നമുക്ക്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് മേടിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പോവാറില്ല. അപ്പോൾ അങ്ങനത്തെ 2 മാന്. അത് നല്ല രസമാണ്. താഴെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. ഹായ്. പിന്നെന്താ വേറെ? പിന്നെയാണ് നമ്മുടെ ഈ പെട്ടി ഞാൻ കാണിച്ചു. പിന്നെതാ നമ്മുടെ പെട്ടി. ഹായ്. ഒരു ഡെക്കറേഷൻസ് ആണേ. എന്തൊക്കെ സാധനമാണ് ഞാൻ മറന്നുപോയി. എല്ലാം നമ്മൾ ഈ സിപ്ലോക്കിൽ ഇട്ടിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഓരോരോ ഡെക്കറേഷൻസ് കേട്ടോ. ഇങ്ങനെ ഒരു സാധനം തൂക്കുന്ന കാണാവോ? പിന്നെന്താ, മുല്ലമൊട്ടുമാല, മാങ്ങാമാല, കാശിമാല, നാഗേറ്റിയുടെ ചിലങ്ക് കാണാനില്ല. അങ്ങനത്തെ ഭ്രാന്ത ഇങ്ങനത്തെ സാധനങ്ങൾ തുറക്കുമ്പോ. ഓരോന്നോരോന്ന് പണ്ട് നമ്മള് തിരിച്ചെടുത്ത് വെക്കുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇടാതെ, എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വട്ടം എടുത്ത് വെച്ചപ്പോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് സീൽ ചെയ്താ വെക്കുന്നത്, സിപ്പ് ലോക്കിൽ ഇട്ടിട്ട്. ഇതെല്ലാം കൂടെ കാരണം ഇത് മേടിക്കുമ്പോൾ നമുക്കൊരു ബോക്സിലല്ലേ ഇത്, ആ ബോക്സ് നമ്മൾ സൂക്ഷിച്ച് വെക്കാത്തതല്ലേ. അപ്പൊ അങ്ങനെ കറക്റ്റ് വൃത്തിയായിട്ട് പച്ച ബോളെല്ലാം ഇതിൽ അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയർ നമുക്ക് എടുക്കാൻ എളുപ്പമാവും. ഇത് മെറി ക്രിസ്മസിന് എഴുതിയത് ഒരു സാനിറ്ററി ഷൂ. ഇതെന്താ വെയിറ്റ് ഉണ്ടോ?
കുറച്ച് വേറെ ഡെക്കറേഷൻസ് നല്ല രസമാണ്. ഇത് ഞാൻ ഡൈസോന്ന് മേടിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ജാപ്പനീസ് സ്റ്റോർ ഉണ്ട് ഡൈസോ എന്ന് പറഞ്ഞിട്ട്. ഈ പുറത്ത് എല്ലായിടത്തും തന്നെ ഉണ്ട്. മിനിസോ പോലെയാണ്, പക്ഷെ മിനിസോകൾ കുറച്ചും കൂടെ ഒരു വേറൊരു വെറൈറ്റിയാണ്. അവിടുന്ന് മേടിച്ചത് അതെനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ ഡൈസോന്ന് മേടിച്ചു തരുന്നതെന്ന് ഒരു അപ്പൂപ്പൻ. പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് വെക്കാം. പിന്നെ ഇത് സ്റ്റാറിന്റെ ഇതിന്റെ മോളിൽ വെക്കുന്ന സ്റ്റാർ, അതെനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ വട്ടം ഞാൻ 2-3 മേടിച്ചായിരുന്നു. കാരണം എല്ലാത്തിനും വെയിറ്റ് കൂടുതലാണ്. കാരണം അതിന്റെ മോളിൽ വെക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഒടിഞ്ഞു പോകും. അങ്ങനെയായിരുന്നു. എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെയോ കളിച്ചു പിടിച്ച് വെച്ചത്. അങ്ങനത്തെ 2 സ്റ്റാറിന്റെ ടോപ്പിൽ വെക്കണ്ടേ, ക്രിസ്മസ് ട്രീയുടെ ടോപ്പറായിട്ട്. പക്ഷെ ഇത് ഭയങ്കര പാടാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ട്രീയിൽ അങ്ങനെ വരികയ്ക്ക് നിന്നില്ല. പിന്നെ 2 കുഞ്ഞ് ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണിത്. പിന്നെ പുറയിൽ ക്ലിപ്പാണ്, ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ്. അപ്പോൾ വെക്കാൻ എളുപ്പം. ഇതൊക്കെ എല്ലായിടത്തും ഉള്ള സാധനം തന്നെ. എനിക്കിത് കാണുമ്പോൾ കുറച്ച് പ്രാപ്തമായിട്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പടിച്ച് കിട്ടും. പിന്നെ കുഞ്ഞ് മാൻ, നേരത്തെ മറ്റേ വലിയ മാനിനെ കാണിച്ചില്ലേ, അതുപോലെ കുഞ്ഞുമാൻ. ഇത് വലിയ മാൻ. പക്ഷെ ഇവനെ നമ്മൾ താഴെ കേട്ടോ വെക്കാറ്. ഇതിന് പക്ഷേ ഇതുണ്ട്, തൂക്കാൻ പറ്റുന്ന സാധനമുണ്ട്. അപ്പൊ ഒന്ന് മോളിൽ അങ്ങനെ മാൻ. പിന്നെന്താ, പിന്നെ കുറെ ഇങ്ങനത്തെ സാധനം. ഇതിപ്പോ ഇങ്ങനെ എടുക്കുമ്പോ നല്ല സന്തോഷം തോന്നും. അന്ന് ഇതെല്ലാം വൃത്തിക്ക് എടുത്തു വെച്ചോണ്ട് ഇപ്പൊ എടുക്കാൻ നല്ല സുഖമുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ 2022 ലാസ്റ്റ് വെച്ചത്, ക്രിസ്മസ് ട്രീ വെച്ചത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നവംബർ ആദ്യം വെച്ചു, നവംബർ 1 എങ്ങാണ്ട് വെച്ചു. കാരണം ആക്രാന്തം പൂത്തിട്ട് നമ്മൾ നവംബർ 1 വെച്ചു. എന്നിട്ട് 2 മാസം ഇരുന്നു. കാരണം അന്ന് അത്യാവശ്യം കുറെ കാശൊക്കെ മുടക്കി സാധനം മേടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ. ആ സമയത്താണ് നമ്മൾ അതെ ആ സമയത്താണ് മേടിച്ചത്. എന്നിട്ട് കാരണം ആ സമയത്ത് നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ എത്തിയ ഒരു ആദ്യത്തെ വർഷമായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ കുറേ സാധനമൊക്കെ മേടിച്ച് ഫസ്റ്റ് ടൈമായിട്ട് ഇതെല്ലാം അന്ന് മേടിച്ചായിരുന്നു. അപ്പൊ നാട്ടിലെ ഓർമ്മയിൽ നമുക്ക് എന്തെങ്കിലും ക്രിസ്മസ് ട്രീ വെക്കണം. അപ്പോൾ പിന്നെ ഇവിടെ ആകുമ്പോൾ ഒക്ടോബർ ആകുമ്പോൾ തൊട്ട് ഫുള്ള് ഇതിന്റെ ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ് ഒക്ടോബർ തൊട്ട് ഉണ്ടാവുക. അത് കണ്ട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവസാനം നമ്മൾ ആദ്യം വെച്ച് ഡിസംബറിൽ മേടിക്കാന്ന്, നമ്മൾ നവംബറിൽ തന്നെ മേടിച്ചു. എന്നിട്ട് നവംബർ 1 വെച്ചിട്ട് ഞങ്ങൾ ഇത് ക്രിസ്മസ് ട്രീ എടുത്തത് ജനുവരി 6 ജനുവരി 10 കണ്ടോ. എന്നിട്ട് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു മുടക്കിയ കാശ് മൊത്തം ഞങ്ങളിൽ മുതലാക്കി 2.5 മാസം 2 മാസം 10 ദിവസം കണ്ടോ ക്രിസ്മസ് ട്രീ വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് 2022 നമ്മൾ വെച്ചത്. പിന്നെ 23 കഴിഞ്ഞ വർഷം ഞങ്ങൾ അശ്വിൻ ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾ നാട്ടിൽ പോയി, നവംബറിൽ നാട്ടിൽ പോയി. ഞാൻ പക്ഷെ 1 മാസം കൂടെ അവിടെ സ്റ്റേ ബാക്ക് ചെയ്തു നാട്ടിൽ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വർക്ക് ഫ്രം ഹോം ചെയ്തു. അശ്വിൻ അത്രയും ലീവില്ല, അശ്വിൻ വർക്ക് ഫ്രം ഹോം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അശ്വിൻ 1 മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഡിസംബർ ക്രിസ്മസിന് മുന്നേ തിരിച്ചെത്തി. ഞാൻ ക്രിസ്മസ് കഴിഞ്ഞ് ക്രിസ്മസും കൂടെ നാട്ടിൽ കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ അശ്വിൻ ഇവിടെ ക്രിസ്മസിന് ഒറ്റയ്ക്കെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അശ്വിൻ ക്രിസ്മസ് ട്രീ വെച്ചില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സാധനങ്ങളൊന്നും പെട്ടിന്ന് അനങ്ങിയിട്ടില്ല. ഞാൻ അന്ന് അശ്വിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചായിരുന്നു ക്രിസ്മസ് ട്രീ വെക്കുന്നില്ലെന്ന്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്ത് വെക്കാനെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ അവരുടെയൊക്കെ പോയി അങ്ങനെയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞത് 2022 ഞാനത് റീപാക്ക് ചെയ്ത് തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 24 എടുക്കുന്നത്. അപ്പോൾ ഈ വർഷം വേറെ പ്രത്യേകതയുണ്ട്, കോഫിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ 2023 കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ കോഫീനെ എടുക്കുന്നത്. അപ്പൊ ആ വർഷം ഞങ്ങൾ ക്രിസ്മസ് ട്രീ വെച്ചുമില്ല. അന്നേരം കോഫി ഉണ്ട്, പക്ഷെ ക്രിസ്മസ് ട്രീ വെച്ചില്ല. അപ്പൊ ഞങ്ങൾക്ക് അവന്റെ റിയാക്ഷൻ കാണാനുണ്ടായിരുന്നു. കാരണം ഈ ബോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന് തലയ്ക്ക് പ്രാന്ത. അവനിങ്ങനെ ബോൾ എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. എന്റെ വിചാരം എല്ലാ ബോളും കളിക്കാനുള്ളതാന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവൻ ഇതിന്റെ ബോളൊക്കെ എടുത്തോണ്ട് പോകും, അല്ലെങ്കിൽ ഇതിന്റെ തൂക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി കടിക്കും. അന്ന് ഈ ടീത്തിങ്ങിന്റെ സമയമാണ്. ഇന്നും വലിയ ഇതൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1.5 വയസ്സായവന്. എന്നാലും എനിക്ക് തോന്നുന്നില്ല അവൻ ഇതൊക്കെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവന് പ്രാന്താവും, തലയ്ക്ക് പ്രാന്താവും. അവനിങ്ങനെ ഇതൊക്കെ എടുത്ത് കടിച്ച് പൊട്ടിച്ച് കളയാനായിട്ട് തോന്നും. പിന്നെ നോക്കാം, ഞാൻ വിചാരിക്കുന്നത് ഇവിടെ തൊട്ട് ഇട്ട് തോന്നും. താഴെ അത്ര ഇടണ്ട, താഴെയുള്ള അവൻ എത്തുന്നത്. ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇപ്പം അവനിവിടെ ഇല്ല, നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ ഇവിടെ തൽക്കാലം അവനില്ല. അതാണ് ഇപ്പോൾ സമാധാനമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എല്ലാം എന്താണെന്ന് അറിയാനായിട്ട് പെറുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും.
ഭയങ്കര രസമാട്ടോ അവന്റെ കളികള്. പിന്നെ ഇത് കൂടുതൽ നമ്മൾ അന്ന് മേടിച്ചത് ഇത്തെ ബോളുകളാണ് കൂടുതലും. മാല, മുല്ലമുട്ടാല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സാധനം ഇട്ട് വാങ്ങാം. പക്ഷെ ഇനി അശ്വിൻ വരണം. അശ്വൻ ഒരാളോ ഉള്ളി കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നീരാട്ട് കഴിഞ്ഞ് നിന്ന് ഇറങ്ങണമെങ്കിൽ കുറെ നേരം എടുക്കും. ഈ ലൈറ്റ് മാറ്റണമെങ്കിലേ എനിക്ക് അശ്വിന്റെ ഹെൽപ്പ് കൂടെ വേണം. വന്നു ഈ ലൈറ്റ് മാറ്റണ്ടേ? ലൈറ്റ് ആ പുറകിലെ ലൈറ്റ് മാറ്റണം. ആ പ്ലഗ് വലിക്കുക. കാരണം അവിടെ ആ ടിവിയുടെ പുറകിൽ 2 പ്ലഗേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇവിടുന്ന് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് എക്സ്റ്റൻഡർ വെക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. പണ്ട് ചെറുപ്പത്തിൽ അശ്വിൻ എങ്ങനെയായിരുന്നു ക്രിസ്മസ് പുൽക്കൂട് വെക്കുക, ട്രീ വെക്കുക? അശ്വിൻ പണ്ട് ജാൻസിയിലായിരുന്നു കേട്ടോ, കേരളത്തിലായിരുന്നില്ല. അശ്വിന്റെ പേരൻസ് അവിടെ ജോലിയായിട്ട് അശ്വിൻ ജനിച്ചതും പഠിച്ചതും വളർന്നു അല്ലേ? കുറച്ച് ഇങ്ങോട്ട് വന്നത് എന്നാലും കാണാൻ പറ്റുള്ളൂ. അശ്വിന്റെ ബാഗ് മാത്രമേ കാണുള്ളൂ. ഇതെടുക്കാം. ഇനിയുണ്ട് നമുക്ക് ആക്കാനായിട്ട്. അപ്പൊ എങ്ങനെയായിരുന്നു അശ്വിന്റെ ക്രിസ്മസ്? എങ്ങനെയായിരുന്നു ക്രിസ്മസ്? ട്രീ വെക്കുമായിരുന്നോ? മരമല്ലേ? അത് ഞങ്ങൾക്കും അങ്ങനെയായിരുന്നു. ഇപ്പഴല്ലേ ട്രീ ആയിട്ട് വന്ന്. പണ്ട് നമ്മുടെ ചെറുപ്പത്തിലും മരം വെട്ടിയിട്ട് അതേല് അല്ലേ? നിങ്ങൾ എന്ത് മരം വെട്ടാറ്? ഞങ്ങൾ മരം വെട്ടും. മരത്തിന്റെ ചില്ല, അല്ലാണ്ട് മരം ഫുള്ളല്ല. ഇല്ല അങ്ങനെ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു മരം, അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ട്രീ വെക്കാൻ പാകത്തിനൊരു മരം അതിന്റെ ഷേപ്പിൽ വന്നത്. അപ്പൊ അതുവരെ ഞങ്ങളിങ്ങനെ അപ്പുറത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരു ചില്ല, ക്രിസ്മസ് ട്രീയുടെ ചില്ല ഉണ്ടാവുമല്ലോ. ചില്ല മീൻസ് ബ്രാഞ്ച്. അങ്ങനെ നമ്മൾ ലൈറ്റ് പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ നമ്മുടെ വീട്ടില് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ആയിട്ട് വെക്കാൻ പാകത്തിനൊരു ആ ഷേപ്പിലൊരു മരം വളർന്നു വരുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര ഭംഗിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ എപ്പോഴും ചെയ്തോണ്ടിരുന്നത് അപ്പുറത്ത് നമ്മുടെ റെസിഡൻഷ്യൽ കോളനിയുടെ അപ്പുറത്ത് ഒരു സീഡ് ഫാം ഉണ്ടായിരുന്നു. സീഡ് ഫാമിൽ കുറേ കാറ്റാടി മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പെട്രോൾ പമ്പ് ഇല്ലേ ചന്ദ്രഗർ പെട്രോൾ പമ്പ്, അവരുടെ കുറച്ച് പാടവും കൂടെ പുറകോട്ടുണ്ട്. അപ്പൊ സീഡ് ഫാമും അവരുടെ പാടവും എല്ലാം കൂടെ ഒരുമിച്ചാണ്. ആ പാടത്തിന്റെ സൈഡിൽ ഒത്തിരി കാറ്റാടി മരങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളുടെ സ്ഥിരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളനിയുടെ അവിടുന്ന് കുറച്ച് ഭാഗത്തോട് കയറി കഴിഞ്ഞാൽ ഈ കാറ്റാടി മരത്തിന്റെ അവിടുന്ന് എത്തും. ഒരു ചില്ല വെട്ടും, അരയിലൊക്കെ വെട്ടും. പിന്നെ അതുകൊണ്ട് നമ്മളവിടെ വെച്ചിട്ട് നമ്മൾ അതേ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അപ്പുറപ്പുറമുള്ള എല്ലാ വീട്ടിലെയും പിള്ളേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അതൊരു ദിവസത്തെ പരിപാടിയാണ്. ഈ പുൽക്കൂട് ഉണ്ടാക്കലും ഇത് ഉണ്ടാക്കലും. നമ്മുടെ കോളനിയിൽ എല്ലാവരും വരുവേ. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ ക്രിസ്മസ് ട്രീ വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സെലിബ്രേഷനാണ്. എന്നിട്ട് അന്ന് വൈകുന്നേരം ആയിരിക്കില്ല, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ക്യാരളൊക്കെ ചെയ്ത്. അങ്ങനെ ഒരു വട്ടം ഞങ്ങള് ഈ കാറ്റാടി മരം മുറിക്കാനായിട്ട് അന്ന് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു വീട്ടില്. ചേട്ടൻ അപ്പം അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ചേട്ടൻ സാമച്ചാച്ചൻ കോളേജിൽ പഠിക്കുക. അപ്പൊ സാമച്ചാച്ചനെയും കൂട്ടിയിട്ട് ഇത് വെട്ടാന്ന് പറഞ്ഞു പോയിട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇത് അമ്മയും പപ്പയും എന്നോട് പുറത്ത് പോയിരിക്കുകയാണ്, അവർ വരുന്നതാണ്. അപ്പൊ ഞങ്ങളും സാമച്ചാച്ചനും കൂടെ സാമച്ചാച്ചനെ ഗൈഡ് ചെയ്തിട്ട് ഇവിടെ ഉണ്ട് മരമുണ്ട് നമുക്ക് കയറി വെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നു. അവിടെ ആ ഒരു വേലിയുണ്ട്, വേലിയൊക്കെ ചാടിക്കിടന്ന പാടത്തിന്റെ എന്ന് വെച്ചാൽ അത് സീഡ് ഫാമും പിന്നെ അത് അപ്പുറത്തെ ആ വീട്ടുകാരുടെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ അവർക്ക് പെട്രോൾ പമ്പാണ്, പെട്രോൾ പമ്പുകാരുടെ ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ആണ് പെട്രോൾ പമ്പുകാരുമായിട്ട്. എന്നാലും നമ്മൾ പറയാണ്ട് കയറി സാധനം വെട്ടി. അപ്പൊ അവിടുത്തെ പണിക്കാർ കണ്ടു. പിന്നെ
നമ്മളൊന്നും അറിഞ്ഞില്ല. നമ്മൾ ഈ ചില്ലയും കൊണ്ടൊക്കെ പോയി. കുറ്റസമ്മതമാണോ? ഇത് കുറ്റസമ്മതമാണോ? അല്ല, പോയി കഴിഞ്ഞപ്പോഴേ അവര് നമ്മളെ പുറകെ നിന്ന് കൈകെട്ടി വിളിച്ചു. എന്നിട്ട് അവിടുത്തെ ആന്റി, അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കന്മാരാണ്, കേരളത്തിൽ വന്ന് വർഷങ്ങളായിട്ട് വന്ന് ഇവിടെ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പൊ ആന്റി വന്നിട്ട് ചോദിച്ചു, ഇത് നിങ്ങൾ എന്താ ചോദിക്കാണ്ട് വെട്ടിയതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ആന്റിക്ക് നമ്മൾ ആരാന്ന് മനസ്സിലായില്ല. എന്റെ പപ്പയുടെ അമ്മയുടെ പേര് പറഞ്ഞാൽ അവർ നമ്മൾ ഫാമിലി ഫ്രണ്ട്സാണ്, പക്ഷെ ഞങ്ങൾ പിള്ളേരെ അധികം ഒന്നും അറിയത്തില്ല. എന്നിട്ട് എന്താ ചോദിക്കാതെ വെട്ടി എന്നൊക്കെ ചോദിച്ചു. ആദ്യം നമ്മളൊന്ന് ഞെട്ടിപ്പോയി. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെട്ടിക്കോ, ചോദിച്ചിട്ട് വെട്ടിക്കോ എന്ന് പറഞ്ഞു. അതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി അവരുടെ. പക്ഷെ നമ്മൾ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. നമ്മൾ ഭയങ്കര ഞങ്ങളൊക്കെ ഒന്ന് കണ്ണൊക്കെ നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഴപ്പമില്ല കൊണ്ടുവെക്കാം, പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ചോദിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് മറ്റേ മോറൽ ഓഫ് ദ സ്റ്റോറി, മോറൽ ഓഫ് ദ ഡേ പോലെ ക്രിസ്മസിന്റെ അന്ന്, അതായത് കാറ്റാടി മരത്തിന്റെ ഇത്. പിന്നത്തെ എല്ലാ വർഷവും നമ്മൾ അവിടുത്തെ തന്നെയാണ് വെട്ടാറ്. അപ്പൊ ആന്റി പറയും ഇവിടെ ഉണ്ട് ഈ മരത്തെ നല്ല ചില്ലയുണ്ട്. അതിങ്ങനെ ആ പാടത്തിന്റെ സൈഡ് മൊത്തം കാറ്റാടി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് നല്ല ഭംഗി. അതിങ്ങനെ കുറേ ഉണ്ട് അവർക്ക് പാടം. അപ്പൊ അതിന്റെ സൈഡിലാണ് ഈ കാറ്റാടി മരം. അതിന് ഒരു ചില്ല വെട്ടും. പിന്നെ കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ വീട്ടിൽ വലിയ കാക്ടസ് ഉണ്ടായിരുന്നു. ആ കാക്ടസ് അമ്മ അങ്ങനെ കട്ട് ചെയ്ത് എപ്പോഴും ആ ഒരു ട്രീയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ ഞങ്ങളെല്ലാം പിന്നെ കാക്ടസയിലായിരുന്നു ഇടുന്നത്. അത് അധികം കാണാത്ത, നമ്മൾ പുറത്തൊന്നും കാണാത്ത പോലത്തെ ഒരു കാക്ടസ് ആയിരുന്നു. മുള്ളില്ല, പക്ഷെ അതിങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ ഫുൾ പാല് വരുന്ന പോലത്തെ കാക്ടസ് ആയിരുന്നു. പിന്നത്തെ പണി മൊത്തം അതേലായിരുന്നു. ഇപ്പോഴല്ലേ ഇങ്ങനത്തെ ട്രീ ഒക്കെ വരുന്നല്ലേ, പ്ലാസ്റ്റിക് ട്രീ. പിന്നെ പുൽക്കൂടൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഞങ്ങളുടെ വീട്ടിലെ പുൽക്കൂട്. ആദ്യമൊക്കെ ഒരു പഴയൊരു ജനലുണ്ടായിരുന്നു. അത് പണ്ട് തറവാടങ്ങോട്ട് പൊളിച്ചപ്പോഴത്തെ എന്താ ജനല, ആ ജനല അവിടെ ഇപ്പോഴായിരുന്നു. അത് അമ്മയും പപ്പയും കണ്ടോ ഞങ്ങൾ ആ ജനല് പുൽക്കൂടിന്റെ മുകൾ ഭാഗം ഇല്ലേ, കൂര പോലെ ആക്കി തന്നു. എന്നിട്ട് താഴെ വേറെ എന്തെങ്കിലും ആ ശരീരം കൊണ്ട് ചെറിയൊരു ഫ്രെയിം ഉണ്ടാക്കി തന്നു. പിന്നെ അതേലായിരുന്നു പിന്നെ കുറെ വർഷം ഞങ്ങൾ പുൽക്കൂട്. പിന്നെ കുറെ കാലം കഴിഞ്ഞ് എനിക്കത് ഞങ്ങൾ 10th 12th ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ മറ്റേ ഈ ചൂരലിന്റെ പുൽക്കൂട് വരാൻ തുടങ്ങി തമിഴ്നാട്ടിൽ നിന്ന്. പിന്നെ അത് പിന്നെ എളുപ്പമായി. അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം ഇപ്പോഴും വീട്ടിൽ അത് തന്നെയാണ്. അതിന്റെ മോൾ ഭാഗം മാത്രം മറ്റേ വൈക്കോല് വെച്ചിട്ട് മേഞ്ഞിട്ടുള്ളത്. പക്ഷെ ചെറുപ്പത്തില് മറ്റേ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന DIY പുൽക്കൂടായിരുന്നു. അത് നല്ല രസമായിരുന്നു. പിന്നെ വേറെ നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ കാസിം ചേട്ടനൊക്കെ അജിത്തേട്ടനൊക്കെ വലിയ എഞ്ചിനീയറിങ്. അപ്പോഴത്തേനും പുൽക്കൂടെന്ന് പറയുമ്പോഴത്തേനും വലിയ മരവും പനയുടെ അതൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് പുൽക്കൂട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യനൊക്കെ കയറി നിൽക്കാൻ പറ്റുന്ന അത്രയും വലിയ പുൽക്കൂടൊക്കെ ആയിരുന്നു. ഭയങ്കര രസമുള്ള ഇതായിരുന്നു. ഇവിടെ പക്ഷേ ഓസ്ട്രേലിയ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ പുൽക്കൂട് കോൺസെപ്റ്റ് ഇല്ല അല്ലേ, കൂടുതൽ ട്രീ അല്ലേ. ഞങ്ങളുടെ പുൽക്കൂട് വളരെ കുറവാണ്, വളരെ കുറവ്. എനിക്ക് കണ്ട ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ കുഞ്ഞ് നെറ്റിവിറ്റി സെറ്റ് കൊടുത്തിട്ട് ചെറുത് ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്ന അപ്പൊ ഞാൻ കാണിച്ചു തരാം. അശ്വിൻ്റെ ഓർമ്മയില് ചെറുപ്പത്തിൽ ആരാ നിങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കുവോ അതോ? ഓ നിന്നല്ലോ. ആ അത് കഴിഞ്ഞ വർഷം നിന്നില്ല. എന്നിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ടേ പിന്നെ തുടരണ്ട. പറ, ആരാ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടെ ഉത്സാഹമുള്ളത്? പുൽക്കൂട് ഉണ്ടാക്കാൻ ഉത്സാഹമുള്ളത് അമ്മച്ചിക്ക് ആണോ? ട്രീ പോയി വെട്ടിക്കൊണ്ട് എടുത്തോണ്ട് വന്ന് എന്നിട്ട് നിങ്ങൾ കൂടില്ല? ആണോ? പ്രത്യേകിച്ച് പണിയെടുക്കുന്നത് അമ്മച്ചിനെ. കാരലിന് പോവായിരുന്നോ? കാരൽ ഓർ കരോൾ ഇല്ലേ? ഉണ്ടാവും മുന്നേ. അപ്പൊ അവിടെ തണുപ്പാണോ ജാൻസിയിൽ ആ സമയത്ത്? ആണോ? എത്ര വരെ പോവും ആ സമയത്ത്? സ്വെറ്റർ ഇടേണ്ട തണുപ്പാ? ആണോ? 10 താഴെ പോയിരിക്കണ്ടേ? ആണോ? അപ്പൊ നല്ല രസമായിരിക്കുമല്ലോ ക്രിസ്മസ് അല്ലേ? നാട്ടില് ചൂടല്ല, തണുത്ത ക്ലൈമറ്റ് ആണ്. ആ ഇയറിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് തണുത്ത ക്ലൈമറ്റ്. എന്നാലും 5 ഒന്നും ഇല്ല, കുറച്ച് ഭേദപ്പെട്ട ക്ലൈമറ്റ് അത്രേ ഉള്ളൂ. അല്ല പണ്ടൊക്കെ പിന്നെയും കുറച്ചും കൂടെ തണുപ്പുണ്ടായിരുന്നു. പാലക്കാടൊക്കെ ആ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് നല്ല രസമായിരിക്കുമല്ലോ ക്രിസ്മസ് ആ സമയത്ത്, നല്ല തണുപ്പത്ത് അല്ലേ? ഈ ബോളൊന്നും ഇട്ടിട്ടും കൂടി ഇല്ല. അന്നും എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ മേടിച്ചപ്പോ കൂടി പോയതായിട്ട് ഈ കളറൊന്നും ഇട്ടിട്ടേ ഇല്ല. അയ്യോ ഈ കളർ ഇടുന്ന പക്ഷെ കുറച്ച് റെഡ് കുറച്ചിട്ട് ഞാൻ താഴെ ഇതിടാം. ഇത് താഴെ ഈ മാല അല്ല മാലയൊന്നും ഇട്ടില്ല എന്ന് ഞാൻ പറയായിരുന്നു.
ഈ മാല ഇതിന്റെ ഞാൻ വെച്ച് താഴെ ഇടാം. ഇതിന്റെ കാല് മൂടുന്ന പോലെ കാല് കാണും. അപ്പോൾ നാളെ ഉണ്ടല്ലോ, നാളെ നമ്മുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഭയങ്കര നാളെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെയാണ് എപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഫസ്റ്റ് ഞായറാഴ്ച അവിടെ ഫ്ലീ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ക്രിസ്മസ് മാർക്കറ്റാണ് നാളെയും മറ്റന്നാളും 2 ദിവസം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമല്ലേ, മാസത്തിൽ ഒരു ദിവസമല്ലേ. ഇവിടെ ഇപ്പൊ നാളെ മറ്റന്നാൾ സാറ്റർഡേ സൺഡേ ക്രിസ്മസ് മാർക്കറ്റ്. നല്ല ദിവസം കുറെ സ്ഥലമുണ്ട്. പിന്നെ ആൾക്കാർ ബസ്ക് ചെയ്യുന്നവരുണ്ട്, പാട്ടുണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അശ്വിനെ ഉണ്ടല്ലോ ഇപ്പൊ കണ്ട എങ്ങനെയുണ്ടെന്ന് അറിയാം. ടോം ആൻഡ് ജെറിക്കകത്ത് ടോമിന്റെ ഇതില്ലേ മാസ്റ്ററിനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ, ഒരു ലേഡി ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അശ്വിന് ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ അശ്വിന്റെ തല കട്ടായി പോയിട്ട് അത്രയും ഭാഗമായിട്ട് അങ്ങനെ തോന്നുന്നത്. എന്നാ തിരിഞ്ഞു വെക്കൂ. ആ ഓക്കെ, ബാക്ക് ഉണ്ടാ മതിന്ന്. ഓക്കെ ചാടി വെച്ചേക്കാം. രണ്ടുപേരും പിടിച്ചോണ്ടിരുന്നു. ക്രിസ്മസ് തീരുന്നതായിരിക്കും പിടിച്ചോണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അവിടെ നിൽക്ക്. ആ പിന്നെ ഇത് ഇവിടെ കുറച്ച് റാൻഡം ആയിട്ട് വെക്ക്. അങ്ങനല്ല, കുറച്ചുകൂടെ ഒരു ട്രയാങ്കിൾ പോലെ ഫോം ആണ്. ഇപ്പൊ ഉണ്ടല്ലോ റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ. ഇതിപ്പോ നമ്മൾ 2ാമത്തെ വട്ടം എടുക്കുന്നത്. അശ്വിന്റെ കൊടുത്തു കഴിഞ്ഞ അവസാനം ഞാൻ ഓക്കെ കട്ട് ചെയ്തോന്ന് പറയുമ്പോഴായിരിക്കും അശ്വിൻ ഓൺ ആക്കുന്നത്. നേരത്തെ അങ്ങനെ സംഭവിച്ചത്. ഇത് 2ാമതാ. നേരത്തെ വെച്ചപ്പോ ഇത് വെക്കുന്ന സീനായിരുന്നു എടുത്തത്. പോയി. ഇനിയിപ്പോ ഞാൻ വെറുതെ പറയാനൊന്നുമില്ല. അത് കാണിച്ചു കൊടുക്ക. കുറച്ച് അടുത്തുകൂടെ ഇവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. മെരി ക്രിസ്മസ്. പക്ഷെ കുറച്ച് എന്തോ മിസ്സിങ് ഉണ്ട്. നാളെ അത് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ബോഡി അല്ല, എന്തോ അവിടെ മിസ്സിങ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ സാധനങ്ങളൊക്കെ നിലത്തൊക്കെ ഇപ്പൊ ഇത്രയും ഹൈറ്റ് കുറഞ്ഞില്ലല്ലേ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഓഫർ കൂടി. ഈ ഒരു ഓഫർ കോപ്പി വരുന്നത് വരെ മാത്രം. കോപ്പി അടുത്താഴ്ച വരും. നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് അവരിപ്പോ. അവ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ഇവിടെ ഇരിക്കുന്നറിയില്ല. എല്ലാം പിന്നെ അവന്റെ കസ്റ്റഡിയിലാവും അല്ലേ അശ്വിൻ? ഇപ്പൊ നല്ല റിസൾട്ട്. കോഫി വരുമ്പോ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഊരുന്നു. പറ്റുകയാണെങ്കിൽ ഇതിന്റെ പുറകിലോട്ട് വെക്കുന്നു. അതെ, അങ്ങനെ നമ്മൾ ഫൈനലി ട്രീ എല്ലാം വെച്ചു. ഇന്ന് 13th വെക്കുന്നത്. December 13th, 2024. നമുക്ക് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് അത് എടുത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ അശ്വിൻ? ഫ്രൈഡേ നല്ല ദിവസം വെച്ചത്. ഫ്രൈഡേ 13th. ഞാൻ ഈ വ്ളോഗിന്റെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ എന്താ നമുക്ക് ഒത്തിരി ഇതിന്റെ ഓർണമെന്റ്സ് കൂടുതലല്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ അധികം ഒന്നും ഇനിയുണ്ട് നമ്മുടെ ഇതിലൊക്കെ സാധനം. അതൊന്നും വെച്ചിട്ടില്ല, കാരണം ഇപ്പൊ തന്നെ ഓവർലോഡഡ് ആണ്. പക്ഷെ ഇത് രാത്രി കാണാൻ നല്ല രസമുണ്ട്. പകലിന് രസമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ക്രിസ്മസ് ട്രീ വെച്ചോ? എന്താണ് അവിടുത്തെ വിശേഷം എന്ന് എനിക്ക് കമന്റ് ചെയ്ത് പറയണം കേട്ടോ. വേറൊന്നുമില്ല. അപ്പൊ ഇനി മറ്റൊരു വ്ളോഗിൽ കാണാം. ഇനി അടുത്ത വ്ളോഗ്സ് ഒക്കെ ക്രിസ്മസ് മാർക്കറ്റ്സ് ഉണ്ട് ഇവിടെ. സിഡ്നിയിലെ ക്രിസ്മസ് മാർക്കറ്റ്സും പിന്നെ സിഡ്നി സിറ്റിയൊക്കെ നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരട്ടെ. ഞാൻ നാളെ മറ്റന്നാളൊക്കെ ഒരു ക്രിസ്മസ് മാർക്കറ്റ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിഷ്വൽസ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.